ഹായ് ഹലോ, ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഈവനിങ് ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാൻ വൈകുന്നേരം നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. നൂൽപുട്ടും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നൂൽപുട്ട് ഞാൻ സാധാരണ മാവ് നന്നായിട്ട് ഇങ്ങനെ നമ്മുടെ അരിമാവ് മാതിരി ദോശമാവ് മാതിരി തന്നെ വെള്ളമാക്കിയിട്ട് എടുത്തിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യാറ്. അങ്ങനെ ഉണ്ടാക്കുമ്പോഴേ എനിക്ക് കൂടുതൽ നന്നായിട്ട് കിട്ടാറുള്ളത്. അപ്പോൾ എല്ലാ പൊടിയിലും ഇത് ശരിയാവണമെന്നൊന്നും ഇല്ല കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഇതുമാതിരി എടുത്തിട്ടൊന്നും ശരിയുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ ഞാൻ നമ്മുടെ ഒരു ഗിവ് അവേ ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടെ, അതായത് എന്താണ് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ പറയണമെന്നും കൂടെ വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ കാണാം. ഹായ് ഹലോ. ചൂട് കാരണം കൊണ്ട് ഹെയർ സ്റ്റൈലൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു നൈറ്റ് ഇൻ മൈ ലൈഫ് വേണമെങ്കിൽ പറയാം. അത് ചെയ്യാൻ ഉദ്ദേശിച്ച തന്നെ നമ്മുടെ ഒരു ഗിവ് അവേ ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വിന്നറിനെയൊക്കെ ഞാൻ ജസ്റ്റ് അനൗൺസ് ചെയ്തു. അതിനുശേഷം എന്താ ഗിഫ്റ്റ് കൊടുത്തതെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ ഇടയിൽ കൂടെ പറയാമെന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മുന്നേ തന്നെ പറയട്ടെ, ഗിവ് അവേ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് ക്രൈറ്റീരിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 2000 വ്യൂസ്, അതുപോലെ തന്നെ 100 കമൻസ് എന്നുള്ള മാതിരി. അപ്പോൾ അത് വളരെ വിജയകരമായി തന്നെ പാളിപ്പോയി. 2000 വ്യൂസ് ഒന്നും ആയില്ല. എനിക്ക് തോന്നുന്നു 500-ന് താഴെ വ്യൂസ് എന്തായിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ ഗിവ് അവേ ആ ഒരു ലോട്ട് എടുക്കണ സമയത്ത്. പിന്നെ കമൻസ് ആണെങ്കിൽ കമൻസിലാണ് പിന്നെയും എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ കമൻസ് കൊണ്ട് നമുക്ക് യാതൊരുവിധ ഉപകാരവും ഇല്ലല്ലോ. അതിൽ തന്നെ ഒരു കമൻറ്റ് കണ്ടു, എന്തിനാണ് ഇങ്ങനത്തെ ചെയ്യണത്, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും, അതായത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാനുള്ളത് ചെയ്തിട്ട് അവർക്കും ബെനിഫിറ്റഡ് ആയിട്ടുള്ളത് കൊടുക്കാൻ. അപ്പം ഞാനിത് ജസ്റ്റ് ഒരു ട്രയൽ എന്നുള്ള മാതിരിയാണ് ഈ ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്തത്. നമുക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ്, വ്യൂസ് വന്നാൽ മാത്രമേ ബെനിഫിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വ്യൂസ് ആകെ 500-ന് താഴെ വ്യൂസും വളരെ കുറവ് വാച്ച് അവർ മാത്രമാണ് അതിൽ കയറിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അതുകൊണ്ട് യാതൊരുവിധ മോണിറ്ററി ബെനിഫിറ്റ്സും ഭാവിയിലാണെങ്കിലും കിട്ടാൻ ചാൻസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ അതിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സക്സസ് ആവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കില്ല എന്ന്. എന്നാൽ കൂടെ ഞാൻ വിചാരിച്ചു, ഫസ്റ്റായിട്ട് ഒരെണ്ണം അനൗൺസ് ചെയ്തതല്ലേ, ചെറിയ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെ ചെറിയൊരു ഗിഫ്റ്റ് തന്നെയാണ് ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചെറുത് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചത് വലുതോ ചെറുതോ എന്നല്ല, ഗിഫ്റ്റ് കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ ആള് വന്നിട്ട് ബാംഗ്ലൂരുള്ളൊരു കുട്ടിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആള് ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇൻസ്റ്റഗ്രാം വഴി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി ഫസ്റ്റ് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് ചപ്പലൊന്നും വേണ്ട കേട്ടോ, ഞാൻ അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യില്ല എന്നുള്ള മാതിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ചപ്പൽ നമ്മൾ കൺസിഡറേഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഗിവ് അവേ നമ്മൾ വിചാരിച്ച മാതിരി സക്സസ് ആയില്ല എന്ന് വെച്ചപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഏതെങ്കിലും കൊടുക്കാമെന്ന്. പക്ഷെ ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടൊന്നുമില്ല, കുട്ടി ഇങ്ങോട്ട് ഡയറക്റ്റ് പറഞ്ഞു വേറെ എന്താണെങ്കിലും എനിക്ക് ഓക്കെ ആണ് എന്നുള്ള മാതിരി. അപ്പം ഞാനും വിചാരിക്കണത് ഒരാൾക്ക് ഉപകാരമുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ തന്നെയാണല്ലോ നല്ലത്. അല്ലാതെ എന്തെങ്കിലും കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവരത് എവിടെയെങ്കിലും തട്ടിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ കുറേ സെർച്ച് ചെയ്തു കേട്ടോ. എനിക്കാണെങ്കിൽ അധികം സ്പെൻഡ് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് യാതൊരുവിധ പ്ലാൻ ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞു അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കൊടുക്കാം, ഇത്രയും എഫേർട്ട് എടുത്ത് അറ്റ്ലീസ്റ്റ് 60 മെസ്സേജെങ്കിലും 60 കമൻറ്റെങ്കിലും വന്നതാണല്ലോ എന്ന് വിചാരിച്ചു. ആ ഒരു 60 പേരുടെ എഫേർട്ടിനുള്ള ഒരു ബെനിഫിറ്റെങ്കിലും കൊടുക്കണ്ടേന്ന് വെച്ചിട്ട് മാത്രമാണ് അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്തു. പിന്നെ എനിക്ക് ഡൗട്ട്, ഇത് ഇഷ്ടപ്പെടുമോ ഇങ്ങനെയൊക്കെ ഗിവ് അവേ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും മനസ്സിൽ ഐഫോൺ അല്ലെങ്കിൽ അത് എന്നൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാം. നമ്മൾ അത്ര റേഞ്ചിലേക്കൊന്നും എത്തിയിട്ടില്ലല്ലോ. അത് കാരണം കൊണ്ട് അങ്ങനെയൊന്നും ആരും ചിന്തിച്ചു പോരുത്. അപ്പോൾ ഞാൻ കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പ്രൊഡക്റ്റ് ഞാനിവിടെ സൈഡിൽ എവിടെയെങ്കിലും കാണിക്കാം. അതൊരു സ്റ്റോറേജ് ബോക്സ് മാതിരി, അതായത് മൾട്ടിപർപ്പസ് ആണ്. നമുക്ക് കോസ്മെറ്റിക് ഐറ്റംസോ മെഡിസിൻസോ ഇങ്ങനെ ഒരു 5 സെറ്റിൻ്റെ നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഞാൻ എപ്പോഴെങ്കിലും വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കാർട്ടിൽ ഇട്ട് വെച്ചിരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എനിക്കത് ഉപകാരപ്പെടുമെന്ന് തോന്നി. ഒന്നില്ലെങ്കിൽ ഒന്നിനെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നി, എന്തെങ്കിലും യൂസ് ചെയ്യാനെങ്കിലും. അപ്പം ഞാൻ അവസാനം അതാണ് ഫൈനലൈസ് ചെയ്തത്. ഇവിടെ പിക്ചേഴ്സ് ഞാൻ കൊടുത്തേക്കാം. അപ്പം അത് അങ്ങനെ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു. പിന്നെ എനിക്ക് കിട്ടണവരെ ഭയങ്കര ടെൻഷനായിരുന്നു, ഭഗവാനെ ഇഷ്ടപ്പെടുമോ ഇല്ലയോ. നമ്മൾ ആദ്യമായിട്ട് ഒരു സാധനം കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് വേറെ സംശയം, ഭയങ്കര ഡൗട്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ സൺഡേ ആണ് കിട്ടിയത് ആ കുട്ടി. എന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അൺബോക്സിങ് വീഡിയോ ഒന്നും എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടി അൺബോക്സിങ് വീഡിയോ ഒന്നും എടുത്തില്ല, എനിക്ക് ജസ്റ്റ് ഫോട്ടോ അയച്ചു തന്നു. ഫോട്ടോ അയച്ചു തന്നിട്ട് പറഞ്ഞു അൺബോക്സിങ് വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ എടുക്കുമായിരുന്നു എന്ന്. പക്ഷെ ഞാനത് വിട്ടുപോയി, പറയാനായിട്ടാണെങ്കിലും വിട്ടുപോയി. അപ്പോൾ ആൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ആളുടെ മോനെന്തോ ക്രയോൺസ് ഒക്കെ അതിൽ ഒരു ബോക്സിൽ ഇട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സന്തോഷം തോന്നി, എന്തെങ്കിലും ഉപകാരപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഗിഫ്റ്റ് ചെറുതോ വലുതോ എന്നല്ല, അത് കൊടുക്കുക അല്ലെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടുക, അത്രേ ഉള്ളൂ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ ഇനി ഗിവ് അവേസ് ഒക്കെ വരുന്ന സമയത്ത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഗിഫ്റ്റൊക്കെ പ്ലാൻ ചെയ്യാം. അന്ന് ഞാൻ ആ ഗിവ് അവേ സക്സസ് ആവുകയാണെങ്കിൽ എന്തായിരുന്നു ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിരുന്നതെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യണില്ലേ. കാരണം അപ്പോൾ നിങ്ങൾ ചോദിക്കും സക്സസ് ആവാത്തതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്, അതായത് ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും പറയാലോ എന്ന്. അപ്പോൾ അതെന്തായാലും ഞാനിവിടെ ഇനി മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും അങ്ങനെ വെക്കുന്ന സമയത്ത് നല്ലപോലെ പോവുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാം. പിന്നെ കുറേ ഒരാളോ രണ്ടാളോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മോണിറ്ററി ബെനിഫിറ്റ്സ് മാതിരിയൊക്കെ. ഇപ്പം ഇങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ മെറ്റ് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ 5000 രൂപ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കില്ലേ, അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് അതിന് മാത്രം മോണിറ്ററി ബെനിഫിറ്റ്സ് ഒന്നും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻകം നമുക്ക് കയ്യിൽ കിട്ടില്ലല്ലോ. സോ നമുക്ക് കിട്ടാതെ അങ്ങോട്ട് കൊടുക്കാനും പറ്റില്ല. ഇപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ആണെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് വെറുതെ പൈസ പോയി എന്നുള്ള മാതിരി തന്നെയാണ്, എന്നാലും ഒരു ഉപകാര സ്മരണ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ കുറച്ച് പേര് ആ ഒരു വീഡിയോയുടെ അടിയിൽ വീണ്ടും കമൻറ്റുകൾ വരുന്നേ കണ്ടു എന്താ പ്രൊഡക്റ്റ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവരൊന്നും വീഡിയോ കാണാതെ കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോൾ ഇതൊരു ഗിവ് അവേ എന്ന് മനസ്സിലായിട്ട് ജസ്റ്റ് റാൻഡംലി എന്തെങ്കിലും കമൻറ്റ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് എൻഡിങ് ഡേറ്റും സ്റ്റാർട്ടിങ് ഡേറ്റും ഒക്കെ ഞാൻ അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാതെ വീഡിയോ പോലും തുറന്നു നോക്കാതെ ഡയറക്റ്റ് വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് പോസ്റ്റ് ചെയ്തിട്ട് ബാക്ക് അടിച്ച് പോണവരാണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ഒരു 8 തൊട്ടേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനിപ്പം ഇതൊരു അറിയിപ്പായിട്ട് മീൻസ് അപ് ടു ഡേറ്റ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും അത് ഗിവ് അവേ കഴിഞ്ഞു എന്നുള്ളത്. പക്ഷെ ഇപ്പോഴും മെസ്സേജസ് 1-2 പേര് കമൻറ്റ് ചെയ്യണത് അവർ വീഡിയോ കാണാതെ എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ ഇപ്പം എന്താ പറയുള്ളത്, അപ്പോൾ ഈ ഒരു ഈവനിങ് ലൈഫ്, ഈ ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഈവനിങ് ഇൻ മൈ ലൈഫിൻ്റെ കൂടെ ഇതുകൂടെ പറയാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ വിചാരിക്കില്ലേ വലിയ കാര്യത്തിൽ ഗിവ് അവേ ഒക്കെ പറഞ്ഞു, വലിയ കാര്യത്തിൽ ഗിവ് അവേ ഒക്കെ പറഞ്ഞു എന്താ കൊടുത്തേ എന്നുള്ളതൊക്കെ കുറേ ഡൗട്ട് ഉണ്ടാവില്ല. എനിക്കറിയാവുന്നവരെന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ എന്ത് കുന്തമാണ് കൊടുത്തത് എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞാൽ. എനിക്കാണെങ്കിൽ ഭയങ്കര ചൂടെടുത്തിട്ട് പോയാം. അടുക്കളയിലാണെന്നുണ്ടെങ്കിൽ ഷീറ്റിട്ട കാരണം കൊണ്ട് ഭയങ്കര പുഴുക്കാണ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊക്കെ മീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പല്ല് വരുന്നുണ്ട്, ഈ ഒരു സൈഡ് ഫുള്ള് വേദന. ഇവിടെയും പല്ല് വരുന്നുണ്ട്, ഇവിടെയും പല്ല് വരുന്നുണ്ട്. ഞാൻ ഈ പല്ല് വരുന്ന കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അന്നേട്ടൻ പറഞ്ഞു നീ എന്താ ചെറിയ കുട്ടിയാണോ ഇപ്പോഴും ഈ 10-30 വയസ്സായിട്ട് പല്ല് വരാമെന്നുള്ള മാതിരി. അപ്പോൾ എനിക്കറിയില്ല, എനിക്കിപ്പോഴും പല്ല് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എണ്ണി നോക്കിയപ്പോൾ 32 പല്ലൊന്നും കാണാനില്ല എന്ന് പറഞ്ഞ പോലെ. അതായത് എനിക്കിപ്പോഴും പല്ല് വരുന്നുണ്ട്, അതാണ് അതിൻ്റെ ഇത്. അപ്പോൾ ഇന്നലെ ഒന്നും വായ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഇങ്ങനെ അത് എങ്ങനെയല്ലേ വായ തുറക്കാൻ പറ്റണമെന്നില്ല. ഇവിടെ ഈ ജോയിൻറ്റ് ഫുള്ള് വേദനയായിരുന്നു, ഇവിടെ കഴുത്ത് ഫുള്ള് വേദനയായിരുന്നു. എന്നിട്ട് നീരിറങ്ങിയതാവുമെന്ന് വെച്ചിട്ട് മരുന്നൊക്കെ കഴിച്ചു. ഇന്നലെ ചെറിയൊരു പനിയുടെ ലക്ഷണം ഉണ്ടായിരുന്നു, രാത്രി പനിയുടെ ഗുളികയും കഴിച്ചു ശിവന് വരണ്ടല്ലോ വെച്ചിട്ട്. ഇന്നേക്ക് കുറച്ച് വേദന ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ വായ തുറക്കാൻ പറ്റണത്. ഇന്നേക്കല്ല, ഇന്നലെ രാത്രി തൊട്ടിട്ട് തന്നെ കുറച്ച് വേദന ഉണ്ട് ആ ഗുളിക കഴിച്ചപ്പം. അപ്പോൾ 2-3-4-5 ദിവസമായിട്ട് ഈ പല്ല് വേദന കാരണം കൊണ്ട് വായ തുറക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടെ ചെയ്യാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ഈ മീൻസ് ഡബ് സ്മാഷ് രീതിയിലുള്ളതാകുമ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ, അതിൽ വർത്തമാനം പറയേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. മറ്റേത് മൂക്കൊണ്ട് വർത്തമാനം പറയണ മാതിരി ഡബ് ചെയ്യേണ്ടി വരും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എന്താ വേറെ പറയാനുള്ളത്, അപ്പോൾ നമ്മൾ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു നൂൽപുട്ടിൻ്റെ മാവ് ഏകദേശം ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ കുഴച്ച് പിഴിയാൻ പോവാണ്. പിന്നെ ഇഷ്ടു വെച്ചിട്ടുണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഇതന്നെയാണ് നമ്മുടെ രാത്രിയത്തെ ഫുഡ്. അപ്പോൾ നമുക്ക് ഇനി അതിലോട്ട് തന്നെ പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം പറയാൻ വേണ്ടി ജസ്റ്റ്, അതായത് കഴിഞ്ഞ ആഴ്ച തന്നെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ കുറേ സാങ്കേതിക തകരാറുകൾ മൂലം ഇടാൻ പറ്റാത്തതായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ എന്ത് പറഞ്ഞു തുടങ്ങിയാലും വളരെ നീണ്ടു പോവും. അത് മനഃപൂർവ്വം ചെയ്യണതല്ല, അത് ഈ പറഞ്ഞ മാതിരി എന്തോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പോലെ തന്നെ സംഭവിച്ച എന്തോ കാര്യമാണ്. കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെയാണ്, തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പാടാണ്. അതുകൊണ്ടാണ് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. നിങ്ങൾ 1x അല്ല 1.5-ലോ 2x-ലോ 3x-ലോ ഇട്ട് ഈ ഒരു വീഡിയോ കണ്ടാലും വലിയ പ്രശ്നമൊന്നും തോന്നുന്നുണ്ടാവില്ല. കാരണം ആ ഒരു രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പഴയ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാവ് കുറുക്കിയത് ആറാൻ വെച്ച സമയത്താണ് ഇത്രയും വർത്തമാനങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം അത് ആറിയിട്ടുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഞാൻ തേങ്ങ പൊതിച്ച് വന്നു. തേങ്ങ പൊതിച്ചതൊന്നും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. തേങ്ങ നാളികേരം ഇഷ്ടൂനിക്ക് വേണ്ടിയിട്ട്. നൂൽപുട്ടിൽ ഞാൻ സാധാരണ നാളികേരം ഇടാറില്ല. ഒന്നാമത്തെ മടി കാരണമാണെങ്കിൽ വേണമെങ്കിൽ പറയാം. സാധാരണ നാളികേരം ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കാറ്, ഞാൻ ഇടാറില്ല കേട്ടോ. ഞാനിങ്ങനെ മാവ് ഇങ്ങനെ വെറുതെ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് ഇടാറുള്ളത്. നാളികേരം കൂടെ വേണമെന്നുണ്ടെങ്കിൽ നല്ലോണം പണിയല്ലേ, അത് കാരണം കൊണ്ട്
അതുകൊണ്ട് എളുപ്പപ്പണിക്ക് വേണ്ടി ചെയ്യണതാണ്. അങ്ങനെ നൂൽപുട്ടൊക്കെ പിഴിഞ്ഞ് ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇന്നിപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്തത് ഞായറാഴ്ച, അതായത് ഇന്നലത്തെ വീഡിയോ ആണത്. അപ്പോൾ അനിയൻ വരുന്നുണ്ട്. അവൻ ശനിയാഴ്ച ദിവസങ്ങളിൽ സാധാരണ മാക്സിമം വീട്ടിലോട്ട് വരാറുണ്ട്. അവന് തൃശ്ശൂരായിരിക്കും ജോലി ഉണ്ടാവാറ്. അപ്പോൾ അവനും കൂടെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ അവനും കൂടെ ഉള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു നൂൽപുട്ടാക്കിയത്. ഇല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ചപ്പാത്തി ആകുമ്പോൾ എനിക്ക് ഇരട്ടിപ്പണിയാണ്, കുറേ നേരം നിന്ന് പരത്തണം. അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ പെട്ടെന്ന് കഴിയുമല്ലോ വെച്ചിട്ടായിരുന്നു. അതിനുശേഷം ഇത് ശിവുവിന് ഫുഡ് കൊടുക്കാനുള്ള യുദ്ധമാണ്. സാധാരണ പോലെ തന്നെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചെയ്തിട്ടാണ് ഭക്ഷണം കഴിക്കുള്ളൂ. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, അതിനിടയിൽ അവനൊരു ചെറിയ കഷ്ണം തണ്ണിമത്തൻ്റെ 2-3 പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവന് വലിയ വിശക്കണില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെയാണ് അവസ്ഥ, അത് വേറെ കാര്യം കേട്ടോ. അപ്പോൾ അനിയൻ അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ അമ്മൂമ്മയ്ക്ക് കഴിക്കാൻ സമയമാവണുള്ളൂ. ആൾ 9 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കാറുള്ളത്. സീരിയലൊക്കെ കണ്ട് മെല്ലെ. ഞാനും അതേ അരനേട്ടം വന്നിട്ട് കഴിക്കാമെന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തതായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കലിന് ശേഷം പിന്നെ ശിവുവിനെ ഉറക്കാനുള്ള, അതായത് ഡ്രസ്സിങ് ആണ്, സ്നഗ്ഗിടലും ഡ്രസ്സ് മാറ്റലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനിയൻ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ അവൻ കുറച്ച് ലേറ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ഞങ്ങളുടെ കുറച്ച് കലാപരിപാടികളാണ്. വന്നല്ലോ സ്നഗ്ഗി മോൻ, സ്നഗ്ഗി 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 സ്നഗ്ഗി. ചിരിക്കൂ ശിവു. എന്റെ ഉള്ളില് കലാപരിപാടികളൊന്നും ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. അവൻ്റെ ഫോണിൽ ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ വേണ്ടി ഇരുന്നായിരുന്നു. നല്ല ക്ലാരിറ്റി ഉണ്ട് ഫോണ്. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ റിംഗ് ലൈറ്റ് വെച്ചിട്ട് ക്യാമറ അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവൻ്റെ നൈറ്റ് റൂട്ടീൻ മാതിരിയും കൂടെ എടുക്കാമെന്ന് വെച്ചിട്ട്. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. ഞങ്ങൾ ഈ വർത്തമാനമൊക്കെ പറഞ്ഞ് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ തന്നെയാണ് നടന്നുള്ളൂ. അപ്പോൾ ബാക്ക് ക്യാമറയിൽ ഈ റിംഗ് ലൈറ്റിൽ നമ്മുടെ വീഡിയോ വെച്ചിട്ടുള്ള വീഡിയോ ഒക്കെ അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് ജസ്റ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേ നേരം ശിവനാണെന്നുണ്ടെങ്കിൽ അമ്മ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഈ ഞങ്ങളെ അല്ലാതെ പുറത്തുനിന്ന് ഒരാളെ കാണുമ്പോൾ അവന് ആക്രാന്തവും ആഹ്ലാദവുമാണ്. അപ്പോൾ കുറേ നേരം ഇരുന്ന് കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നോക്കിട്ട് പറയാം. ഫോട്ടോ ആണോ വീട്ടിലുള്ള? ഫോട്ടോ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മൂമ്മയും കയറി വന്നു കേട്ടോ. അമ്മൂമ്മ സീരിയലിൽ പരസ്യമായപ്പോൾ വന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ പിന്നെ ആളും കയറിയിരുന്നു. അങ്ങനെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ശിവുവിന് നല്ലപോലെ ഉറക്കം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പിരിപിരിന്ന് തന്നെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മനഃപൂർവ്വം അവനെ ഉറക്കാതിരുന്നായിരുന്നു. കാരണം അത്ര നേരം ആയിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, അരനേട്ടം വന്നിട്ട് ഉറക്കാമെന്ന് വെച്ചു. രാവിലെ അരനേട്ടം പോകുമ്പോഴും അവൻ കണ്ടില്ല. അവൻ നല്ല ഉറക്കമായിരുന്നു നേരത്തെ പോയ കാരണം. അപ്പോൾ ഈവനിങ് വന്നിട്ട് കുറച്ച് നേരം കളിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ആൾ. അപ്പോൾ വന്നിട്ട് കണ്ട് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ആക്ച്വലി. പിന്നെ ഞാൻ പറഞ്ഞില്ല, അത്ര നേരമൊന്നും ആയിട്ടില്ല. 9-9:30 ആയിട്ടുള്ളൂ. അരനേട്ടനാണെങ്കിൽ 9:30 ആകുമ്പോഴേക്കും വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയിൽ എന്തോ കച്ചേരിയോ എന്തോ പാലക്കാട് കണ്ടപ്പോൾ അവിടെ നിന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അനിയനും പോയിട്ടുണ്ടായിരുന്നില്ല. അരനേട്ടൻ വന്നിട്ടാണ് അവനും പോയത്, നല്ല ലേറ്റായി പോണ സമയത്ത്. അപ്പോൾ ആ ഒരു പിരിപിരിന്നെ എൻ്റെ മുഖത്തൊക്കെ പിടിച്ചിങ്ങനെ ബഹളം വെക്കുന്നുണ്ട്. അവൻ ബഹളം വെക്കുക പറഞ്ഞാൽ കരയൊന്നുമല്ല, അങ്ങനെ അങ്ങോട്ട് ചാടി പാല് കുടിക്കണം എന്നുള്ള ലെവലൊക്കെ കാണിക്കുകയാണ്. പിന്നെ എൻ്റെ പൊട്ട് പറിച്ചെടുക്കാനാണ് കേട്ടോ മെയിനായിട്ട് അവൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അത് കഴിയുമ്പോഴത്തേനും അരനേട്ടൻ വരും ചെയ്തു. പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. ഫുഡ് കഴിച്ച് അങ്ങനെ അനിയൻ പോയി. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി, അത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ. കണ്ണ് പറഞ്ഞ മാതിരി ആ ഫോണിൻ്റെ शिव इकडे जाओ. ഹലോ അമ്മ എങ്ങനെ പറയാ? അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഇങ്ങനെ പറയാ. പാത്താൾ ടിങ് 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 ആ പാട്ട് തന്നെ പോ.